നമസ്തേ. മാർച്ച് 29 രാത്രി ശനിമാറ്റമാണ്. ആ ശനിമാറ്റത്തെക്കുറിച്ച് എല്ലാ കൂറുകാരുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരത് കേൾക്കുക. അതിൽ തന്നെ ചില നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ, ദോഷം കൂടുതലുള്ള ചില നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ നക്ഷത്രം വെച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ അശ്വതി ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പോൾ അവർക്ക് ഏഴരശനിക്കാലം തുടങ്ങുകയാണ്. ഏഴരശനിയുടെ ആരംഭമാണ് അശ്വതി നക്ഷത്രത്തിന്. 12ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കാൻ പോകുന്നത്. ഈ 29ാം തീയതി രാത്രി മുതൽ 2.5 വർഷക്കാലം 12ാം ഭാവത്തിലാണ്. ശരിക്കും അവരുടെ സ്വഭാവത്തിൽ ആശ്രിത വാത്സല്യം, സ്വജനങ്ങളെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലവുകൾ കൂട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത ക്ലേശങ്ങൾ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറിയിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യം കൂടും. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള ഒരു താല്പര്യം കൂടും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൂടെ അധിക ചിലവുകൾ, ദുർവ്യയങ്ങൾ സംഭവിക്കാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ജാതകത്തിലും കൂടി ശനി പ്രതികൂലമാണെങ്കിൽ ഈ വക കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടാൻ ശ്രദ്ധിക്കുക. പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം വരിക, ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാകുക, പൊതുവെ അധ്വാനം കൂടുകയും ഫലപ്രാപ്തി കുറയുകയും ചെയ്യുന്ന 2.5 വർഷക്കാലമാണ്. ആരോഗ്യരംഗത്താണെങ്കിൽ ഹൃദ്രോഗങ്ങൾ, അർശസ്, മൂത്രാശയ രോഗങ്ങൾ, രക്തസ്രാവം മുതലായ രോഗങ്ങൾ അലട്ടാം. വിദേശവാസം, അതേ തുടർന്നുള്ള അലച്ചിൽ, പിന്നെ വിവാഹയോഗം, അതേ തുടർന്നുള്ള വിവാഹം പോലുള്ള കാര്യങ്ങൾ നടക്കാവുന്നതും ഏഴരശനിക്കാലത്താണ്. തുടർന്നുള്ള ദുരിതങ്ങളും അനുഭവിക്കുന്നത്, വിവാഹകാലം കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഏഴരശനിക്കാലത്താണ്. അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം 10ഉം 11ഉം ഭാവാധിപനാണ് ശനി. അത് 12ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് വളരെയധികം അടുത്ത 2.5 വർഷം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഉണ്ടാവുക. ഇനി ഭരണി നക്ഷത്രത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ഏഴരശനിയുടെ ആരംഭം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കും. 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. അവർക്കും ചിലവ് കൂടുന്ന 2.5 വർഷമാണ്. അവർ അഭിപ്രായ പ്രകടനത്തിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുന്ന 2.5 വർഷമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്വജനങ്ങളോട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരിഭവം കാണിക്കുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. അവർക്ക് ഈ 2.5 വർഷക്കാലം അത് വളരെ ശത്രുക്കളെ ഉണ്ടാക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ അലസത വർദ്ധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ കൂടാവുന്ന സമയമാണ്. പിന്നെ നഷ്ടങ്ങൾ ഉണ്ടാവും. അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം കർമ്മരംഗത്ത് കിട്ടില്ല. ക്ഷിപ്രകോപം മൂലം കർമ്മരംഗത്ത് സ്ഥാനഭ്രംശങ്ങൾ, മാനഹാനിയൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് സംഭവിക്കാം. ആരോഗ്യരംഗത്താണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യരംഗത്ത് അത്ര ശ്രദ്ധ കുറവാണ്. അപ്പോൾ ഈ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആശുപത്രി വാസമൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. അവരിൽ വൈരാഗ്യബുദ്ധിയുണ്ട്, പിടിവാശിയുണ്ട്. ഇതൊക്കെ ഈ 2.5 വർഷക്കാലം കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയെ കൊണ്ടും പങ്കാളിയുടെ കുടുംബക്കാരെ കൊണ്ടൊക്കെ ഉള്ള ദുരിതങ്ങൾ കൂടുതൽ അനുഭവിക്കാൻ ഈ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സഹായിക്കും. അതുകൊണ്ട് തന്നെ അവർ പിടിവാശി കുറയ്ക്കുക. ഇവർക്കും ഏഴരശനിയുടെ തുടക്കമാണ്. ഏഴരശനിക്കാലത്താണ്, പ്രത്യേകിച്ച് ഏഴരശനിക്കാലത്താണ് വിദേശ സഞ്ചാരം, വിദേശ ധനയോഗം, വിദേശ തൊഴിൽ, വിദേശത്ത് ചെന്നിട്ട് അലച്ചിൽ, പിന്നെ വിവാഹയോഗം, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്ന ഏഴരശനിക്കാലത്താണ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഈ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കുറച്ച് കൂടാനുള്ള സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോവാൻ. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. ജാതകത്തിൽ ശനിയൊക്കെ അനുകൂലമാണെങ്കിൽ മധ്യമാവസ്ഥയായിരിക്കും. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും